PSC എന്നാൽ പിണറായി സതീശൻ കമ്മീഷൻ എന്നാണ് BJP MLA BB ഗോപകുമാർ പറയുന്നത്. എന്താണ് തോന്നുന്നത്? BJPയുടെ നിയമസഭാ നേതാവ് ശ്രീ BB ഗോപകുമാർ ശക്തവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. PSC എന്നാൽ പിണറായി സതീശൻ കൺവെൻഷനാണ്. ഈ വാക്കുകൾ സത്യത്തിൽ കേരളം എന്നോ പണ്ടേ കേൾക്കേണ്ടതായിരുന്നു. ഇത് വാസ്തവമാണല്ലോ, അല്ലാന്ന് പറയാൻ പറ്റൂ. എത്രയെത്ര PSC തട്ടിപ്പുകൾ നാട്ടിൽ നടന്നിരിക്കുന്നു. ഓരോ PSC എക്സാമിന് ശേഷം സെക്രട്ടറിയേറ്റിൽ ഓരോ PSCക്കാരുടെ സമരം കാണാം. നേരെ വാർഡിന് റാങ്ക് ലിസ്റ്റ് ഇല്ല, റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നു, നിയമനം നടക്കുന്നില്ല. ഉള്ള റാങ്ക് ലിസ്റ്റിൽ തന്നെ തട്ടിപ്പ്. കത്തിക്കുത്തി കേസിലെ പ്രതി വരെ PSC റാങ്ക് ലിസ്റ്റിൽ കപടമായിട്ട് കടന്നു കയറി എന്ന് ഗോപകുമാർ ആരോപിച്ചിട്ടുണ്ട്. നമുക്കറിയാൻ കേരളം മുഴുവൻ നടക്കിയ സംഭവങ്ങളിലൊന്നല്ലേ കത്തിക്കുത്ത് കേസിലെ പ്രതി PSC പരീക്ഷ തട്ടിപ്പിലും ഇൻവോൾവ് ചെയ്യപ്പെട്ടിരിക്കും. ഇതുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ PSC തട്ടിപ്പിന്റെ ഒരു സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഈ സംഭവിക്കുന്നത് ഒരു പിണറായി ഭരിക്കുമ്പോൾ മാത്രമാണ്. അല്ല, ഇത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് പിണറായി ഭരിച്ചാലും സതീശൻ ഭരിച്ചാലും PSC തട്ടിപ്പ് നടക്കും. അതുകൊണ്ടാണ് ഇതിനെ PSC അഥവാ പിണറായി സതീശൻ കമ്മീഷനാണ് PSC എന്ന് ഗോപകുമാർ ആരോപിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഭാഷാപ്രയോഗം വളരെ മനോഹരമായിട്ടുണ്ട്. ഉള്ള വാസ്തവ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ വളരെ കൃത്യമായൊരു പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. എത്ര നാളായി PSCയിൽ തട്ടിപ്പുണ്ട്. നമ്മൾ വാസ്തവം പറഞ്ഞാൽ ഏതെങ്കിലും PSC തട്ടിപ്പ് പറ്റി വായിക്കാത്ത ഒരു മാസം പോലും കേരളത്തിൽ ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളത് മറന്നു കളഞ്ഞിരിക്കുന്നു. ഇപ്പം CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സംഘടന വിദ്യാർത്ഥികൾക്കായിട്ട് ഡൽഹിക്ക് സമരം നടത്തി. വിദ്യാർത്ഥികളും സമരത്തിലുണ്ടായിരുന്നു. അവരൊരു പരീക്ഷാ തട്ടിപ്പിനെ പറ്റിയാണ് ആ സമരത്തിൽ പ്രതിപാദിച്ചത്. ഏതാണത്? നീറ്റ് പരീക്ഷാ തട്ടിപ്പ്. അപ്പോൾ നാഷണൽ ലെവലിൽ നീറ്റ് പരീക്ഷാ തട്ടിപ്പ് വേണം. ശരി, കേരളത്തിലെ തട്ടിപ്പൊന്നും നടക്കണ്ടേ? കേരളത്തിലെ എത്രയോ പരീക്ഷകൾ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് എത്രയോ ആരോപണങ്ങളിലൂടെയുണ്ട്. ഏതൊക്കെ ചോദ്യപേപ്പർ ചേർന്നു, എത്ര പരീക്ഷ മാറ്റിവെക്കേണ്ടി വന്നു. PSC തന്നെ കൊടുത്ത ചോദ്യപേപ്പർ മാറിപ്പോയില്ലേ? അതും ഒരു തട്ടിപ്പല്ലേ? അപ്പൊ ചുരുക്കത്തിൽ ഒരു ചോദ്യപേപ്പർ മാറിപ്പോകുന്ന പോലും ദാറ്റ് ഈസ് ഈക്വൽ ടു എ ലീക്ക്. അതും ലീക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ചോദ്യപേപ്പർ വെളി വന്നു കഴിഞ്ഞു. നടക്കേണ്ട വേറെ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ആദ്യം കൊടുത്തതെങ്കിലും ചുരുക്കി പറഞ്ഞാൽ ഇത് അക്ഷരാർത്ഥത്തിൽ തട്ടിപ്പാണ്. ഇക്കാര്യത്തില് PSC ചെയർമാൻ ഉൾപ്പെടെ മുൻ PSC ചെയർമാൻ, ഇപ്പോഴത്തെ PSC ചെയർമാൻ ഒക്കെ സംശയനിഴലിലാക്കിക്കൊണ്ടാണ് ഗോപകുമാർ സംസാരിക്കുന്നത്. അത്തരക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. തീർച്ചയായും അത് തന്നെ വേണ്ടേ. മാത്രമല്ല CBI അന്വേഷണം ഗോപകുമാർ ആവശ്യപ്പെടുന്നുണ്ട്. സ്റ്റേറ്റിലെ ഒരു ഏജൻസി അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ കീഴിൽ ഇരിക്കുന്നതാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, പിണറായിയുടെ കാലത്ത് രക്ഷാപ്രവർത്തനം ഉണ്ടായി. അന്ന് രക്ഷാപ്രവർത്തനത്തിൽ നല്ല അടി കിട്ടിയാണ് പിന്നെ MLA ആയി, മന്ത്രിയായി. അങ്ങനെ ഒരാൾ അവിടെ നിന്നുകൊണ്ട് മാത്രം രക്ഷാപ്രവർത്തനം കേസിൽ, അതായത് പോലീസുകാർ KSPക്കാരെ തെറ്റിച്ചതച്ച കേസിൽ ഇപ്പൊ ഒരു അന്വേഷണം വന്നു, നടപടി വന്നു. ADGP അജിത് കുമാർ ഇപ്പൊ നടപടി നേരിടുന്നു, സസ്പെൻഷനിലായി. ഇത് മുമ്പ് സംഭവിക്കാമായിരുന്നല്ലോ. അന്വേഷണം നീതിപൂർവമായിരുന്നെങ്കിൽ. അപ്പൊ പിണറായി ഭരിക്കുമ്പോൾ അന്വേഷണം നീതിപൂർവം അല്ലായിരുന്നു. സ്വന്തം കിങ്കറിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് നോട്ടം. അധികാരത്തിന് വെളിയിൽ പോയുടെ കിങ്കരം പെട്ടു. അത് രാഷ്ട്രീയ പ്രശ്നമായതുകൊണ്ട്, അതുകൊണ്ട് മാത്രം. അതായത് കോൺഗ്രസ്സുകാർ തന്നെ കിട്ടിയ വിഷയത്തിൽ CPMകാരനെ ഇവർക്ക് ക്രൂശിക്കേണ്ടി വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഈ നടപടി വന്നേക്കുന്നത്. CPMന് ഒന്നും മിണ്ടാൻ പറ്റില്ല. തിരിച്ച് അധികാരത്തിൽ വരുമ്പം ഇതേ കാര്യങ്ങൾ തിരിച്ച് ഇതുപോലെ തന്നെ കോൺഗ്രസ്സുകാരുള്ള ഉദ്യോഗസ്ഥർ അവർ ശിക്ഷിച്ചു വരും, പ്രത്യേകിച്ചും പോലീസും അടിക്കേസും ഒക്കെ ആകുമ്പോൾ. പക്ഷെ അതോടെ നിൽക്കട്ടെ, ഈ PSC തട്ടിപ്പ് പോലുള്ള കാര്യങ്ങൾ, നിയമന തട്ടിപ്പ്, ഉദ്യോഗ തട്ടിപ്പ്, ഇതൊക്കെ വരുമ്പോൾ ഇടതും വലുതും ഒന്നാണ്. അതാണ് BJP പറയുന്നത്. അപ്പോൾ ഒരു ഇന്ത്യ മുന്നണിയായിട്ട് മാറുകയാണ്. ഇന്ത്യ സഖ്യം എന്നവർ പറയുന്ന ഇന്ത്യ അലയൻസ് അഥവാ ഇന്ത്യ മുന്നണി ആയിട്ട് അവർ സ്വയം അങ്ങ് മാറും. ചേട്ടൻ ഭാവി അനിയൻ ഭാവി കൂടെ ഒരുമിച്ച് നിൽക്കും. ഇതിൽ ആരാണ് ചേട്ടൻ ഭാവം, ആരാണ് ഇനിയൻ ഭാവം എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. ഇടതും വലുതും ഇക്കാര്യത്തിൽ ഒരുപോലെ. പണ്ട് LK അദ്വാനി ആലോചിച്ചൊരു പ്രസംഗം നടത്തിയപ്പോൾ, ഇപ്പോഴല്ല, 10-30 വർഷം മുമ്പ്, അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, നാഗരാജ് അവർ സാമ്പനാഥ് ജയസാഹ്യത് എന്ന് വെച്ചാൽ അണലി മൂർഖനും പോലെ ഈ രണ്ട് മുന്നണികളെന്ന് അദ്ദേഹം പറഞ്ഞത്. കേരള ജനതയ്ക്ക് പാമ്പിന്റെ കടി കിട്ടി. അതിപ്പം അണലിയുടെ കടി കിട്ടി, എനിക്ക് മൂർഖന്റെ എല്ലോ കിട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ, തിരിച്ചും പറ്റില്ലോ എന്ന് പറഞ്ഞ സ്ഥിതിയാണെന്നാണ് അദ്വാനിജി എന്ന് പറഞ്ഞിട്ട് പോയത്. ഈ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. കേരള ജനത ഇത് മനസ്സിലാക്കി വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ അണലിക്കടി മൂർഖന്റെ കടി ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഗോപകുമാർ പറഞ്ഞത് ഇത് പിണറായി സതീശൻ കമ്മീഷനാണ്. ഇവർ രണ്ടുപേരും ചേർന്നുള്ള കൂട്ടുമുന്നണിയാണ് ഇവിടുത്തെ ഉദ്യോഗ തട്ടിപ്പ് മുഴുവൻ. ഏതൊക്കെ ഉദ്യോഗങ്ങളിലേക്ക് എന്തൊക്കെ നിയമനം നടന്നാലും ഇവർ രണ്ടുപേരും കൂടി നിയമന തട്ടിപ്പ് കാണിക്കും. അഥവാ ഈ രണ്ട് മുന്നണിയും കൂടി നിയമന തട്ടിപ്പ് കാണിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചേക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ഗൗരവമാണ്, വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. കൊല്ലത്ത് നടന്ന ഒരു മീറ്റിംഗിലാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. ശബരിമല അന്വേഷണം നടക്കുന്ന മോഡൽ CBIയുടെ വ്യക്തമായ അന്വേഷണം വേണം, വ്യക്തമായ അന്വേഷണം തന്നെ വേണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇവിടെയും നിരവധി പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നീറ്റ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം പരീക്ഷ മാറ്റി വയ്ക്കേണ്ടി വന്നപ്പോൾ വിദ്യാർത്ഥികൾ ആത്മഹത്യ എന്ന് പറയുന്ന പോലെ തന്നെ കേരളത്തിൽ നിയമന തട്ടിപ്പ് കാരണവും
റാങ്ക് ലിസ്റ്റ് പെട്ടിട്ടും റാങ്ക് ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യാണ്ടിരുന്നതുകൊണ്ടും വേണ്ടുന്നവർക്ക് ഉദ്ദേശിച്ചവർക്ക് ജോലി കിട്ടാത്തതുകൊണ്ടും ഇന്റർവ്യൂ തട്ടിപ്പും എല്ലാം കൊണ്ട് മനം നൊന്ത് ആത്മഹത്യ ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്. അത് നിരവധി പേരുണ്ട്. കർഷക ആത്മഹത്യ പോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥികളുടെ ആത്മഹത്യയോടെ നടക്കുന്നുണ്ട്. 2 വർഷം മുമ്പ് ലോക്സഭാ ഇലക്ഷൻ നടക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പോലീസിലേക്ക് ഉദ്യോഗം കിട്ടിയിട്ട് അതിൽ റാങ്ക് ലിസ്റ്റ് വെക്കും, പക്ഷെ റാങ്ക് ലിസ്റ്റ് ഫില്ല് ചെയ്യുന്നില്ല. അത്തരം ഒരു കൂട്ടം ആൾക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുടെ സമര രംഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനും വലിയ PSC തട്ടിപ്പ് എന്താ ഉള്ളത്? ഇതിനും വലിയ ക്രൂരത എന്താ ഉള്ളത്? ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? അതിലേക്കാണ് ഗോപകുമാർ വിരൽ ചൂണ്ടുന്നത്. വളരെ കൃത്യമായിട്ട് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പഠിച്ച് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനും നിയമസഭയിൽ അവതരിപ്പിക്കാനും പറ്റിയ വലിയൊരു നേതാവാണ് ഗോപകുമാർ. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഈ പ്രവൃത്തിക്കൂടെ തെളിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ആരോപണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കേൾക്കണം, കോടതികൾ കേൾക്കണം, ഇവിടെ CBI അന്വേഷണം വരണം, ഈ തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യുകയും വേണം, ശിക്ഷിക്കുകയും വേണം.